ഹായ് ഓൾ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ നേരത്തെ അപ്ലോഡ് ചെയ്ത ഒരു കട്ടിങ് വീഡിയോയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ആ ഒരു വീഡിയോയുടെ തുടർ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർ നമ്മുടെ ഇതാ മുകളിൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളിതൊരു കിഡ്സ് ഫ്രോക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് എല്ലാ ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് കട്ടിങ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോയും കുറച്ചധികം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നെക്കൊക്കെ ഇല്ലേ, റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്നത് ഈ ഒരു ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് അത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണിത്. നിങ്ങൾ പിന്നെ ബാലൻസ് ആയിട്ട് വരുന്ന ക്ലോത്തിൽ നിന്നൊക്കെ ക്രോസ് പീസ് വെട്ടിയെടുക്കുക, എന്നിട്ട് അത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അതായത് നമുക്ക് പെട്ടെന്നൊക്കെ ക്രോസ് പീസ് ഇല്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ആ ഒരു ഓൾറെഡി വെട്ടിവെച്ച ക്രോസ് പീസൊക്കെ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പം റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിനൊന്നും തട്ടാത്ത രീതിയിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മോശം വശത്ത്, അതായത് അകത്തെ പോർഷനിലോട്ട് ആ ഒരു ക്രോസ് പീസ് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോസ് പീസ് വെച്ച് കൊടുക്കേണ്ടത് നമ്മുടെ നല്ല വശത്താണ്. നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്ക് എന്തുകൊണ്ടും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് റൗണ്ട് നെക്കൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നുന്നതും എന്നാലോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ക്രോസ് പീസ് നമ്മളിതാ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അകത്തെ പോർഷനിൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്ക് നെക്കും ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കിൽ നമ്മൾ ഹൂക്ക് വെക്കാനുള്ള ഒരു പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു കർവ് വരുന്ന ഭാഗത്തൊക്കെ സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക, പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റും ലാസ്റ്റും ലോക്കൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്ന ക്ലോത്തൊക്കെ പെട്ടെന്ന് തന്നെ കട്ടാക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു അഭംഗി തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ക്രോസ് പീസിൻ്റെ മുകളിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടായിട്ട് ചെറിയൊരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചാൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ലേസ് വെക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. മടക്കി തയ്ക്കുകയോ അല്ലെങ്കിൽ എന്താ ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ചെറിയ രീതിയിൽ മാലയൊക്കെ ഇട്ട ആ ഒരു ഭംഗി ഉണ്ടാവും ദൂരം നിന്നൊക്കെ നോക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ വൈറ്റ് ലേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഇതുപോലെ യെല്ലോ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ ബാക്ക് നെക്കിലും ഞാനിതുപോലെ ക്രോസ് പീസ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്തൊക്കെ ഒരു കുഞ്ഞു കട്ടിങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയിൽ ഇതവിടെ കിടന്നോളൂ കേട്ടോ. പിന്നെ ക്ലോത്ത് ചുരുങ്ങിപ്പോകും ഒന്നും ചെയ്യത്തൊന്നുമില്ല, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ട് അത് കണ്ടിട്ട് ഇതും കൂടി കണ്ട് ഫിനിഷ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് നെക്കും നമ്മൾ ബാക്കും ഫ്രണ്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഇവിടെ ഹൂക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം കൂടി കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ചെറിയൊരു 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു കുഞ്ഞു ക്ലോത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് മറിച്ചിട്ടും കൂടി തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഹൂക്ക് വെക്കുന്ന പോർഷനൊക്കെ തയ്ക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ എത്ര ബിഗിനേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ട്രിക്കൊക്കെ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒട്ടും വറീഡാവേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ നമ്മൾ കുട്ടി ഫ്രോക്കിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നേ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ വെറൈറ്റി സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ഹാക്സും ടിപ്സും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുന്നേ നമ്മുടെ വീഡിയോ കണ്ടവരോടല്ല കേട്ടോ, കണ്ടവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക. റെഡി ടു വെയർ സാരിയും ഫിറ്റഡ് ബെഡ്ഷീറ്റും ഒക്കെ
നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കമൻസിന് താഴെ എനിക്ക് ലിങ്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. മാക്സി കട്ടിങ്, മാക്സി സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ മുന്നേ അപ്ലോഡ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. മാക്സിമം ഞാൻ കൊടുക്കാം. അപ്പോൾ ടൈമിൻ്റെ കുറച്ചൊരു പോരായ്മ മൂലമാണ് കറക്റ്റ് ടൈമിങ്ങിനൊന്നും വീഡിയോസ് വരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ 2 ദിവസമൊക്കെ ഗ്യാപ്പ് വരുന്നത് അതുകൊണ്ടാണ്. ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ടിപ്സും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസായിട്ടൊക്കെ നമ്മൾ വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ചോദ്യം, സ്റ്റിച്ചിങ് അല്ലാതെ മറ്റെന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക, നമുക്കത് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ അതാ ഷോൾഡർ രണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്? ഫ്രണ്ട് നെക്കിലെ ആ ഒരു നല്ല വശവും ബാക്ക് നെക്കിലെ നല്ല വശവും ഒരുപോലെ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ലീവിൽ പഫ് സ്ലീവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവ് ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ആ ഒരു സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ഒരു ഭാഗത്താണ് നമ്മൾ മാക്സിമം കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ച് അങ്ങോട്ട് അടിച്ചിട്ട് സൂചി കുത്തി നിർത്തുക, ക്ലോത്ത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ആ ഒരു ക്ലോത്ത് പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞ് വരണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ്ങിന് കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരല്പം ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് തയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാക്കി കിട്ടാനായിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റിച്ച് തന്നെ ചെറിയ ലെങ്ത്തിലൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ സ്റ്റിച്ചൊക്കെ ആണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. ഓരോ സംഭവങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് വെച്ച് കൊടുക്കേണ്ട ഒരു ബാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് ഫൈനലൈസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ബാൻഡ് തയ്ക്കാനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ മോശം വശത്തോട്ട് ആ ഒരു ബാൻഡിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ്. ബാൻഡിലും നമ്മൾ സെൻറ്റർ വശം കണ്ടുപിടിക്കണം. അപ്പോൾ ക്ലോത്ത് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് സെൻറ്റർ അടയാളപ്പെടുത്തുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ടിങ് ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് സ്ലീവ് ഒന്ന് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണ് കട്ടിങ് ഇട്ട് കൊടുത്തത് ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മളിതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് 1 ഇഞ്ചോളം 1.5 ഇഞ്ചോളം സ്റ്റിച്ച് ഇതുപോലെ പ്ലെയിൻ ആയിട്ടൊന്ന് അടിച്ച് പോവുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ബാൻഡിന് ഇട്ട് കൊടുത്ത ആ ഒരു കട്ടിങ്ങും ഓൾറെഡി തയ്ച്ചെടുത്ത സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനും കറക്റ്റായിട്ട് വരുന്ന ആ ഒരു പോർഷൻ വരെ നമുക്ക് എന്ത് ചെയ്യണം? കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇവിടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു സെൻറ്റർ പോർഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു കട്ടിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻറ്റും ആ ഒരു ഫ്രില്ലും ഒക്കെ എത്രയാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലങ്ങ് ഇട്ട് കൊടുത്ത് പോവുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള പഫൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിലത് അവിടെ ഫിറ്റായി കിടക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് മാക്സി ക്ലോത്താണ് കേട്ടോ. പഴയ മാക്സി ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പഫ് സ്ലീവിന് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാൻഡ് നല്ല വശത്തോട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആദ്യമേ ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ലേസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ലേസൊന്നും വെക്കുന്നില്ല. ഇതുപോലെ നമ്മൾ ബാൻഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ പട്ടുപാവാടയ്ക്കൊക്കെ കുപ്പായത്തിന് ഇതുപോലെ ചെയ്തെടുക്കാറില്ലേ അല്ലേ? എത്ര കൂട്ടുകാർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇതുപോലെ പഫ് സ്ലീവൊക്കെ വെച്ചിട്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എത്ര ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കിഡ്സ് ഫ്രോക്കിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പോർഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു പഫ് സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും നല്ല എളുപ്പത്തിലും എല്ലാ ബിഗിനേഴ്സിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് നമ്മളിത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ക്യൂട്ടായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷൻ്റെ ഭാഗം നമ്മൾ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ താഴോട്ടുള്ള ആ ഒരു ഫ്രില്ല് വരുന്ന ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ക്ലോത്ത് എങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് നോക്കുക.
എങ്ങനെയാണ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാൻഡ് നമ്മൾ ബോഡിയുടെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫ്രില്ല് വെക്കുന്ന ആ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ്. 2 തട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടും വെച്ച് കൊടുക്കുന്നത്. കുറച്ചധികം ക്ലോത്ത് വേണ്ടി വരും കേട്ടോ നമുക്ക് ഈ ഒരു ഫ്രില്ലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വേണം നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പട്ടുപാവാടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഓരോ ഡ്രസ്സിനും ഓരോ ഭംഗിക്കനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും നല്ല എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ള പഫ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഫ്രില്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടും നമ്മൾ സെയിം ക്ലോത്ത് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രില്ലിടാനായിട്ട് നമ്മൾ ബോഡിക്ക് എടുത്ത ആ ഒരു മെഷർമെൻറ്റിൻ്റെ നേരെ ഇരട്ടി ക്ലോത്ത് എടുക്കണം നമുക്ക് ഈ ഒരു ഫ്രില്ലിട്ട് തയ്ച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിന് താഴോട്ട് ഫ്രില്ലിടുന്ന ആ ഒരു ക്ലോത്ത് ആണെങ്കിലോ ഈ ഒരു ക്ലോത്തിൻ്റെ അതായത് ഫസ്റ്റ് ഫ്രില്ലിട്ട ആ ഒരു ക്ലോത്തിൻ്റെ ഇരട്ടി ആയിരിക്കണം. അപ്പോൾ അത്രയും ക്ലോത്ത് നമുക്ക് വേണം. അപ്പോൾ ആദ്യമേ ക്ലോത്തൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ മെഷർ ചെയ്യുക, കറക്റ്റ് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലോത്ത് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് വിട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ക്ലോത്തൊക്കെ എത്തും. ഇനിയിപ്പോൾ ഇതിന് താഴോട്ടും കൂടെ ഞാൻ ഫ്രില്ലിട്ട് തയ്ച്ച് കൊടുക്കും. എന്നിട്ട് നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് താഴെ ഭാഗത്തുള്ള ആ ഒരു എൻഡ് പോർഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ പുതിയ ക്ലോത്തൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ചില സ്ഥലത്ത് പിന്നിപ്പോകാറൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും നല്ല ക്ലോത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ സാരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 തട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 തട്ടും ഫ്രില്ലിട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തൊന്ന് കര മടക്കി തയ്ച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ ഫുൾ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഹൂക്കും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കരയും കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. നിങ്ങൾക്ക് നിഷ്പ്രയാസം തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഒരുപാട് അളവ് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത സ്റ്റിച്ചിങ് ഒന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഇതുപോലുള്ള സ്റ്റിച്ചിങ് ഭ്രാന്തന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പിന്നെ കുട്ടി ഫ്രോക്കിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക. നല്ല രീതിയിൽ പഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി കിടുക്കാച്ചി വീഡിയോസായിട്ട് വരാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.